ഗോപിനാഥ് മുതുകാടിനെ കുറിച്ചും അതുപോലെ മാജിക് പ്ലാനറ്റിനെ കുറിച്ചും അതിന്റെ ഭാഗമായ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിനെ കുറിച്ചും ഒക്കെ ചില വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. പലരുടെയും അനുഭവങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും ആ അഭിപ്രായങ്ങളോടുള്ള എൻ്റെ അഭിപ്രായങ്ങളുമാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. പലരും പറയുന്നു, നിങ്ങൾക്ക് സ്വന്തമായൊരു അഭിപ്രായമില്ലേ, ഡിഫറൻറ്റ് ആംഗിൾസ് അല്ലേ എന്ന്. തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. ഡിഫറൻറ്റ് ആംഗിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം. ഇവിടെ നടക്കുന്നത് പോസ്റ്റ്മോർട്ടമാണ്. അന്വേഷണം നടക്കുകയോ കുറ്റം തെളിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലരൊക്കെ ആരോപിക്കുന്നു, മറ്റു ചിലരൊക്കെ തെളിവ് നിരത്തുന്നു, മറ്റു ചിലരൊക്കെ അദ്ദേഹത്തിന് സാക്ഷ്യം പറയുന്നു. ഇങ്ങനെ പലതും പറയുന്നുണ്ട്. എന്താണ് വാസ്തവം എന്നത് ഇപ്പോഴും അജ്ഞാതമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം, അതും കേരള ഏജൻസിക്ക് പുറത്തു നിന്ന് ഒരു അന്വേഷണം നടത്തി എന്താണ് വസ്തുത എന്ന് വെളിപ്പെട്ടാലേ ആർക്കായാലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ വെറും അഭിപ്രായങ്ങൾ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ആരോപണങ്ങൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിച്ച് അനാഥശാലകൾ പോലെ പരിഗണിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല മാജിക് പ്ലാനറ്റ്, അല്ലെങ്കിൽ അതിന്റെ പാർട്ടായിട്ടുള്ള ഡിഫറൻറ്റ് ആർട്സ് സെന്റർ. മാജിക് പ്ലാനറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും കരുതുന്നത് അനാഥശാലകൾ പോലെ, അതായത് അനാഥരായ മുഴുവൻ കുട്ടികളെയും സ്വീകരിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തെ പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ സ്വീകരിച്ചുകൊണ്ട് അവരെ പരിപാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം നടത്തുന്ന സ്ഥാപനമാണ് മാജിക് പ്ലാനറ്റ്, അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു പാർട്ടാണ് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്നൊക്കെയാണ് പലരും കരുതുന്നത്. അങ്ങനെ കരുതി പ്രതികരിക്കുന്നവരുണ്ട്, ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞവരുമുണ്ട്, അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലൊരു സ്ഥാപനമല്ല മാജിക് പ്ലാനറ്റ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്നതാണ്. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ പെർഫോം ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കഴിവുകൾ അടുത്തെങ്കിലും പോയിട്ടുള്ള കുട്ടികളെ മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. അല്ലാതെ മറ്റു തരത്തിലുള്ള കുട്ടികളെ സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ ഉള്ള ഒരു സംവിധാനം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലോ അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റിലോ ഇല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അതിനല്ല ആ സ്ഥാപനം ഉണ്ടാക്കിയതും അതുപോലെ ഇപ്പോൾ അത് നടത്തി പോരുന്നതും എന്നതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. മാജിക് പ്ലാനറ്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ കഥകൾ കേട്ടറിഞ്ഞ് അതിലേക്ക് തൻ്റെ കുട്ടിയെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ വരുന്നവരാണ് ഒരു വശത്ത്. മുമ്പ് മുതുകാട് തന്നെ പറഞ്ഞു, നിത്യവും ധാരാളം പേർ വരുന്നുണ്ട്, അവരെയൊക്കെ സ്വീകരിക്കാൻ തക്ക ഒരു സൗകര്യം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് മടങ്ങിപ്പോകുന്നു എന്നും പറഞ്ഞിരുന്നു. അത് ശരിയാണ്, അത്തരത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. അത്തരത്തിൽ മടങ്ങിപ്പോകുന്നവർ അവർക്കുണ്ടാകുന്ന വിഷമം, ആ വിഷമം പ്രതിഷേധമായി മാറാനും മതി. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കഴിയുമ്പോൾ ആ സാഹചര്യങ്ങൾ അന്ന് പരാതിയായി വന്നില്ല എന്നുണ്ടെങ്കിലും തൻ്റെ കുട്ടിയെ സ്വീകരിച്ചില്ല എന്നുള്ള വിഷമം വ്യക്തിപരമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും പരാതിയായി ഇപ്പോൾ ഉയർന്നു വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളിൽ ചിലത് അത്തരത്തിലുള്ളതായേക്കാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെല്ലാം ഒന്നാമതായി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് യുവജനോത്സവമായാലും ബാലകലോത്സവമായാലും ഏതിലായാലും ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം, എ ഗ്രേഡ് എന്നത് ഇന്ന് വിദ്യാർത്ഥികളെക്കാൾ കുട്ടികളെക്കാൾ രക്ഷിതാക്കൾ മത്സരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് കലാമത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ പല പെർഫോമൻസിനും വേണ്ടി കോടതി കയറുന്ന സാഹചര്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ തനിക്ക് സമ്മാനം കിട്ടിയില്ല, ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് നമ്മൾ ചെയ്തിട്ടും നമ്മളെക്കാൾ വളരെ മോശമായി പെർഫോം ചെയ്തവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു അല്ലെങ്കിൽ എ ഗ്രേഡ് കൊടുത്തു എന്ന രീതിയിൽ കോടതി കയറുന്നത് നമുക്ക് കാണാം. ഇവിടെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലും ഇത്തരത്തിൽ കുട്ടികൾ തമ്മിൽ ഒരു മത്സരം ഇല്ല എന്നുണ്ടെങ്കിലും രക്ഷിതാക്കൾ തമ്മിൽ മത്സരം ഒരുപക്ഷെ ഉണ്ടായേക്കാം. തൻ്റെ കുട്ടി, ആ കുട്ടി ഒന്നാമതായി വരേണ്ടതാണ്, അതുകൊണ്ട് അതിന് ഒന്നാം സ്ഥാനം മനഃപൂർവ്വം മജിഷ്യൻ മുതുകാട് കൊടുത്തില്ല എന്ന ലെവലിലുള്ള പരാതികളും പരിഭവങ്ങളും ഉണ്ടായേക്കാം. ഒരുപക്ഷെ അത്തരം പരാതികളും പരിഭവങ്ങളും വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഉണ്ടായി എന്നല്ല, അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അതിന് സാധ്യതയാണ് പറയുന്നത്. സ്വാഭാവികമായും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന് നിരക്കാത്ത രീതിയിലുള്ള അത്തരം രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ അത് മറ്റുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അത്തരത്തിൽ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവരും ശത്രുപക്ഷത്ത് ഒരുപക്ഷെ വന്നേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തരായതുകൊണ്ട് തന്നെ ഒരുപോലെ അവരെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ആണ്, അതായത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരാൾ കീബോർഡ് വായിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതുപോലെ കീബോർഡ് വായിക്കാൻ കഴിഞ്ഞോളന്നില്ല. മറ്റൊരാൾ ഡ്രമ്മിലായിരിക്കും,
മറ്റൊരാൾ മറ്റെന്തെങ്കിലും ചെണ്ടയിലായിരിക്കാം. ഇങ്ങനെ പല കലാവിരുന്നുകളായിരിക്കാം ഓരോരുത്തരും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ ഇവിടെ നടക്കില്ല. സ്വാഭാവികമായും അവരുടെ പെർഫോമൻസിന്റെ അളവിൽ അല്ലെങ്കിൽ ആ ഒരു രീതി കൊണ്ട് അവരെ തരംതിരിക്കാൻ രക്ഷിതാക്കൾ മുതിർന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഇതുപോലെ തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടായെന്ന് വരാം. അത് ഇപ്പോൾ നടക്കുന്ന പ്രതികരണങ്ങളിലും ആരോപണങ്ങളിലും എല്ലാം തെളിഞ്ഞു വന്നു എന്നും വരാം. പിന്നീട് ഒരു സാധ്യത എന്ന് പറയുന്നത് മജീഷ്യൻ മുതുകാട് ഒരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ആയതുകൊണ്ടും പ്രശസ്തനായതുകൊണ്ടും സ്വാഭാവികമായും അദ്ദേഹം നടത്തുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലേക്ക് ജനശ്രദ്ധ കൂടും. അങ്ങനെ വരുമ്പോൾ അവിടേക്ക് സഹായവും കൂടും. അങ്ങനെ സഹായം കൂടി വരുമ്പോൾ ആ കൂടുന്നതിൽ തങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുന്നില്ല, തങ്ങളുടെ സ്ഥാപനം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റു പലർക്കും തോന്നിയേക്കാം. അസൂയ കൊണ്ടോ അല്ലെങ്കിൽ നിരാശ കൊണ്ടോ ഇങ്ങനെ ഒരു ആരോപണം ആരെങ്കിലും ഉയർത്തിവിടുമ്പോൾ അതിനെ പിന്താങ്ങിക്കൊണ്ട് അവർ സംസാരിച്ചു എന്നും വരാം. അതുമല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അവർക്ക് അർഹമായ രീതിയിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുത്തെ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് തന്നെ ഒരുപക്ഷെ മജീഷ്യൻ മുതുകാടിനോടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോടോ തോന്നുന്ന ഒരു നിരാശാബോധം പിന്നീട് ഒരു പ്രതിഷേധമായും ഇപ്പോൾ വലിയ എതിർപ്പായും ആരോപണമായും വന്നു എന്നും വരാം. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. CPM-നെതിരെ ഈ അടുത്ത കാലത്ത് മജീഷ്യൻ മുതുകാട് ചെറിയ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ സൈബർ അറ്റാക്കുകളും അല്ലെങ്കിൽ ഇതുപോലെ ആരോപണങ്ങളും ഉയർന്നു വന്നത് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമായ ഒരു എതിർപ്പുണ്ടോ, ഒരു സൈബർ അറ്റാക്ക് ഉണ്ടോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ മറ്റു മേഖലകളിലും കിട്ടുന്ന വാഗ്ദാനങ്ങളാണ്. കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യാൻ ധാരാളം പേരുണ്ടാവും. യഥാർത്ഥത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പണം തുച്ഛമായിരിക്കും, അതല്ലെങ്കിൽ ലഭിച്ചില്ല എന്നും വരാം. ഒരു ആവേശത്തിന്റെ മൂത്ത് ഓരോ ചടങ്ങുകളിൽ വലിയ ധനസഹായം പ്രഖ്യാപിക്കുകയും അതേസമയം പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ തുക കുറയ്ക്കുകയും ഒരുപക്ഷെ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഞാനും അത്തരത്തിൽ ഒരു സാഹചര്യത്തെ നേരിട്ടൊരു വ്യക്തിയായതുകൊണ്ടാണ് അതെനിക്ക് ഇത്ര ഉറപ്പായിട്ടും അറിയാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ, അതായത് ബ്ലോഗ് സോഷ്യൽ മീഡിയ ആയിരുന്ന കാലം, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വരുന്നതിന് മുമ്പ് ബ്ലോഗേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാൾക്ക് ഒരു മാരക രോഗം വരുന്നു. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരല്പം ധനസഹായത്തിന് വേണ്ടി ഒരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടയാളാണ് ഞാൻ. അന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് പകരം എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഇടുന്നതായി അറിയിച്ചു കൊണ്ടുവന്നുള്ള ഇമെയിലുകളും ആ ബ്ലോഗ് പോസ്റ്റിന് താഴെയുള്ള കമന്റുകളും ഏകദേശം 3.5 ലക്ഷം രൂപയോളം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ വളരെ തുച്ഛമായ പണം, ചെറിയ പണം മാത്രമാണ് അക്കൗണ്ടിലേക്ക് വന്നത്. ആ വന്ന പണം അവർക്ക് എത്തിക്കുകയും ചെയ്തു. ഈ വാഗ്ദാനങ്ങൾ അവിടെ കിടക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയധികം വാഗ്ദാനം ചെയ്തതിൽ കേവലം 5000 രൂപ മാത്രം ഈ സഹായത്തിലേക്ക് ഇട്ട ഒരു വ്യക്തി ഇതിനെ വലിയൊരു പ്രശ്നമായി കൊണ്ടുവരികയും 3.5 ലക്ഷത്തോളം രൂപ പിരിച്ച് സാബു കൊട്ടോട്ടി പുട്ടടിച്ചതാണ് എന്ന രീതിയിൽ വലിയ ബ്ലോഗ് പോസ്റ്റുകൾ ഇട്ട് ഇന്ന് സൈബറിടങ്ങളിൽ മുതുകാടിനെ ആക്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നത് പോലെ അറ്റാക്ക് നടത്തുകയും വളരെ മാനസികമായി വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു. അതിനെ പ്രതിരോധിക്കാൻ അന്ന് ചെയ്തത്, എന്നാണോ നമ്മൾ ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തത് അന്ന് മുതൽ എന്നാണോ ഈ വിശദീകരണം കൊടുത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് അതുവരെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ അതിനെ പ്രതിരോധിച്ചത്. അതായത് ഈ ആവശ്യത്തിലേക്ക് ഏകദേശം 3.5 ലക്ഷത്തോളം രൂപയുടെ വാഗ്ദാനം വന്നിരുന്നുവെങ്കിലും അക്കൗണ്ടിലേക്ക് വന്നത് വെറും 20,000 രൂപ മാത്രമായിരുന്നു. സൈബർ ഇടങ്ങളിലും പൊതു ഇടങ്ങളിൽ നിന്നുകൊണ്ട് വാഗ്ദാന പെരുമാറ്റം നടത്തുന്ന ആൾക്കാരുടെ ശരിയായ സ്വരൂപം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് എത്ര രൂപയാണ് അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുള്ളത് എന്നും കൂടി അറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഞാൻ പറയുന്നത്. ഇത് മജീഷ്യൻ മുതുകാടിന്റെയും അതുപോലെ മാജിക് പ്ലാനറ്റിന്റെയും അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെയും കാര്യത്തിൽ ഒരുപക്ഷെ മുഴുവൻ പണവും കിട്ടിയേക്കാം, കിട്ടിയില്ലായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ, പണം കൊടുക്കാനുള്ള വ്യക്തികൾ, കൊടുക്കാമെന്ന് പറഞ്ഞവർ ഈ സ്ഥാപനത്തിനെതിരെ അപകീർത്തിപരമായ കാര്യങ്ങൾ വന്ന് ഇത് വളരെ മോശമാണെന്നും അതുകൊണ്ടാണ് താനത് പൈസ കൊടുക്കാതിരുന്നെന്നും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടേണ്ടതുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചില കുറവുകളുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്ന ചില കുട്ടികളുടെ വിവാഹ പരസ്യങ്ങൾ, വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അവരുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ മകന്, ഈ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആ വ്യക്തിക്ക് യാതൊരു കുറവും ഉണ്ടാകാതെ യാതൊരു വിഷമവും ഉണ്ടാകാതെ സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷകനെ അല്ലെങ്കിൽ ഒരു സംരക്ഷകയെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഭാര്യയോ ഒരു ഭർത്താവിനെയോ അല്ല. ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാകും,
ഒരുപാട് ടേംസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും തല്ലുപിടികളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കൂടി ചേർന്നതാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരക്കാരുടെ കാര്യത്തിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന കണ്ടീഷൻ ആദ്യം തന്നെ വെക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാരും ആണും പെണ്ണും വിവാഹം കഴിയാതെ അവരുടെ ജീവിതം അവസാനിക്കുന്നതാണ് കണ്ടുവരുന്നത്. അത് രക്ഷിതാക്കളുടെ പിടിവാശി മൂലമാണ്. അത്തരത്തിൽ ഇവിടെ തങ്ങളുടെ കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ തങ്ങളുടെ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ടത് എന്ന നിലയിൽ പെരുമാറുകയും അതേസമയം അങ്ങനെ കൊടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പുണ്ടാകുകയും ഈ സ്ഥാപനത്തോട് തന്നെ എതിർപ്പുണ്ടാകുകയും അത് ഇത്തരമൊരു സന്ദർഭത്തിൽ വലിയ പൊട്ടിത്തെറികളായി പുറത്തു വരികയും ചെയ്തേക്കാം. ഏതായാലും ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരാൻ വേണ്ടി ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. CPM-നെ വിമർശിച്ചു എന്ന ഒരു കാരണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരം വിഷയങ്ങൾ പൊന്തി വന്നത് എന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്ത് ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിച്ച് ഇതിൽ എന്തെങ്കിലും തിരിമറികളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നും അത്തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെളിഞ്ഞാൽ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കെതിരെ അത് മജിഷ്യൻ മുതുകാട് എന്നല്ല ആര് തന്നെ ആയിരുന്നാലും ശക്തമായ നിയമ നടപടികൾ എടുക്കണം. അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. ഇനി അതല്ല, ഇത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്, വളരെ നല്ല രീതിയിൽ നടക്കുന്ന സത്യസന്ധമായ സുതാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ ആരോപിതരുടെയും ആരോപിക്കുന്നവരുടെയും മേൽ അന്വേഷണം വേണം. ഇങ്ങനെ ആരോപിക്കുന്നവരുണ്ട്, അവരിൽ നിന്ന് മൊഴിയെടുക്കണം, തെളിവുകൾ സ്വീകരിക്കണം. അങ്ങനെ വളരെ വിശാലമായ ഒരു നടപടി എടുത്തുകൊണ്ട് ഇതിന്റെ ശരിയായ സത്യം പുറത്തു വരണം. കാരണം ഇത്തരത്തിലൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ്. ലോകത്തിന് മാതൃകയായിട്ടാണ് ഈ സ്ഥാപനം ഇപ്പോൾ അറിയപ്പെടുന്നത്. കൂടുതൽ സ്ഥാപനങ്ങൾ വരണം, കൂടുതൽ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരണം. ഇത്തരം ഒരു സ്ഥാപനം സത്യസന്ധമായാണ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ മോശമായൊരു പ്രതികരണം ഉണ്ടായി എന്ന കാരണത്താൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടായി വരാതിരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തെളിയണം, എന്താണ് വസ്തുത എന്ന് അറിയണമെന്ന് പറയുന്നത്. വൈകാതെ അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാവുമെന്നും യഥാർത്ഥ വസ്തുത എന്താണെന്ന് ലോകം തിരിച്ചറിയുമെന്നും പ്രതീക്ഷിക്കാം.